ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് സദ്യയിലെല്ലാം വിളമ്പണ ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കാൻ പറ്റിയ മാങ്ങ അച്ചാറും അതുപോലെ ഇഞ്ചിപ്പുളിയും എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ മാങ്ങ അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഞാനൊരു 3 മാങ്ങ എടുത്തിട്ടുണ്ട്. അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് മുറിച്ചെടുക്കാം. സാധാരണ നമ്മൾ മാങ്ങ അച്ചാർ ഉണ്ടാക്കുമ്പോൾ കുറച്ച് വലിയ പീസസ് ആയിരിക്കുമല്ലോ. അതിൽ ഉപ്പും മുളകൊക്കെ പിടിക്കാൻ കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് തന്നെ ഇൻസ്റ്റൻ്റ് അച്ചാർ ആയതുകൊണ്ട് തന്നെ കുറച്ച് ചെറിയ പീസസ് നമ്മൾ സാധാരണ ഉപ്പും മുളകും വെളിച്ചെണ്ണയും കുഴച്ച് കഴിക്കില്ല, ആ ഒരു പരുവത്തിൽ ഉള്ള മാങ്ങ കഷ്ണങ്ങളാക്കി എടുക്കുക. പിന്നെ ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതും ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. 2 തണ്ട് കറിവേപ്പിലയും അതുപോലെ തന്നെ മുറിച്ചെടുക്കുക. ഈ അച്ചാർ എന്താ വെച്ചാൽ നമ്മൾ ഉണ്ടാക്കിയിട്ട് അധിക നേരം വെളിയിൽ വെക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. വെളിയിലിരിക്കും തോറും ഇത് കേടുവരാൻ ചാൻസ് ഉണ്ട്. പച്ചമുളകെല്ലാം നമ്മൾ ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കേടുവരും. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ഈ മുറിച്ച് വെച്ചിരിക്കുന്ന മാങ്ങയിലേക്ക് ഞാൻ ഈ പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉപ്പും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഉപ്പ് 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മുളക് പൊടി ഒരു 3/4 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത്. അധികം എരിവ് വേണ്ടാന്നുണ്ടെങ്കിലേ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയ ശേഷം ഒരു 2-3 മണിക്കൂറൊക്കെ അതൊന്ന് കുതിരാനായിട്ട് വെക്കുക. അപ്പോൾ ആ ഉപ്പെല്ലാം അലിഞ്ഞ് ഈ മാങ്ങയത്തെ വെള്ളമെല്ലാം ഇറങ്ങി അതൊരു അച്ചാറിൻ്റെ കറക്റ്റ് ഒരു കൺസിസ്റ്റൻസിയിൽ വരും. അഥവാ അതിലത്തെ വെള്ളം നിങ്ങൾക്ക് പോരാന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് തിളപ്പിച്ച ശേഷം ആറിയ ശേഷം കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇവിടെ ഇപ്പോൾ 2 മണിക്കൂർ ശേഷം ഞാൻ നോക്കിയപ്പോൾ ഇതാ ഈ ഒരു അളവിൽ വന്നിട്ടുണ്ട്. കൂടുതൽ നേരം വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഒരു 1/2 ടീസ്പൂണ് കടുകും 2 വറ്റൽമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് മൊരിഞ്ഞ് വന്നത് നമുക്ക് അച്ചാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഇൻസ്റ്റൻറ്റ് മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇതിൽ ഉപ്പും എരിവും അതുപോലെ ഈ കൺസിസ്റ്റൻസിയൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഓണത്തിന് ഇതുപോലെ അച്ചാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് ഇഞ്ചിപ്പുളി എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. ഇഞ്ചിപ്പുളി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു വലിയ നാരങ്ങ വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. ഒരു 100 ഗ്രാം ഇഞ്ചി, ഒരു 5 പച്ചമുളക്, 2-3 തണ്ട് കറിവേപ്പിലയും എല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു മൺചട്ടി ചൂടാക്കിയ ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് അധികം തന്നെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കടുകും ഇട്ടുണ്ട്. പിന്നെ പാലക്കാട് ഭാഗങ്ങളിലെല്ലാം ഇഞ്ചിപ്പുളിയിലെ കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ 2 ടീസ്പൂണ് കടലപ്പരിപ്പും 1 ടീസ്പൂണ് ഉഴുന്നുപരിപ്പും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. ആ കളറൊന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇഞ്ചിയും പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം. എല്ലാം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. ഇത് നന്നായിട്ട് ഈ എണ്ണയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇഞ്ചിയൊക്കെ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട്, അല്ലെങ്കിൽ അടിപിടിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പരുവം ആവണ വരെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു കിലുകിലാന്നൊരു ശബ്ദം വരും, നല്ല മൊരിഞ്ഞിട്ട് കേട്ടോ. അതുവരെ നമ്മളിതൊന്ന് വറുത്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ ഞാനിവിടെ ആദ്യം ഒരു കായപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണ്. പിന്നെ മുളക് പൊടി ഞാനിവിടെ ഒരു 3/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അത്രയും എരിവ് ആവശ്യമില്ല. എനിക്കിത് ഉണ്ടാക്കിയ ശേഷം എരിവ് ഇത്തിരി കൂടുതലായി തോന്നി. അതുകൊണ്ട് തന്നെ ഒരു 1/2 ടീസ്പൂണ് അരയോ ഒരു 1/4 ടീസ്പൂണ് ചേർത്ത് കൊടുത്താൽ മതിയാകും. പിന്നെ ഞാനിവിടെ പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പുളിവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ആ ഒരു ക്ലിപ്പ് ഇതൊന്ന് മിസ്സായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ്. ഇനി ഇത് നന്നായി തിളച്ച് പുളിയുടെ പച്ചമണമെല്ലാം മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. അതുപോലെ ഇഞ്ചിപ്പുളി ഉണ്ടാക്കുന്ന സമയത്ത് മൺപാത്രത്തിലോ അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലോ അല്ലെങ്കിൽ കൽച്ചട്ടിയിലൊക്കെ ഉണ്ടാക്കുക കേട്ടോ. അലുമിനിയം പാത്രം അധികം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്കിതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 6 ചെറിയ ക്യൂബ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ശർക്കരയിൽ വേസ്റ്റ് ഇല്ല കേട്ടോ. അതുകൊണ്ട് ഞാനിതിങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഉരുക്കിയിട്ട്
അരിച്ചൊഴിച്ച് കൊടുത്താൽ മതിയാകും. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരണം. നമ്മളിതിൽ കടലപ്പരിപ്പും ഉഴുന്നും പരിപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മളിത് ഇഞ്ചിപ്പുളി കഴിക്കുമ്പോൾ ഇടയ്ക്ക് ഇതിങ്ങനെ കടിക്കാൻ കിട്ടും. അത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് സമയം എടുത്തിട്ട് ഇത് കുറുക്കിയെടുക്കാം കേട്ടോ. അപ്പോഴായിരിക്കും ഒരുപാട് നമ്മൾ ആദ്യം തിളപ്പിക്കുന്ന സമയത്ത് സൈഡൊക്കെ ഇങ്ങനെ കരിഞ്ഞു പോകും. അപ്പോൾ സിമ്മിൽ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് നേരം എടുക്കും ഇതൊന്ന് കുറുകി വരാനായിട്ട് കേട്ടോ. അതുപോലെ പഴയ പുളി എടുക്കുന്നതായിരിക്കും ഇഞ്ചിപ്പുളിക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടുക. അപ്പോൾ നമ്മുടെ ഇഞ്ചിപ്പുളിയെല്ലാം നന്നായിട്ട് ഇതാ കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എരിവും ഉപ്പെല്ലാം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. എനിക്ക് ഇത്തിരി എരിവ് കൂടുതലായി തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുളക് പൊടി കുറച്ച് കുറവായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി അഥവാ ശർക്കര പോരാന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ലാസ്റ്റ് ഇപ്പോൾ നമുക്കത് പോരാന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണൊക്കെ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതിയാകും. അപ്പോൾ നമ്മുടെ ഇഞ്ചിപ്പുളിയെല്ലാം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഇതിലേക്ക് ഉലുവപ്പൊടി, വറുത്ത് പൊടിച്ച ഉലുവപ്പൊടി ഒരു 1/4 ടീസ്പൂണും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോഴായിരിക്കും ടേസ്റ്റ് എല്ലാം ബാലൻസ് ആവുക. അപ്പം ഇതാ നമ്മുടെ ഇഞ്ചിപ്പുളി, പാലക്കാടൻ സ്റ്റൈലിലുള്ള ഇഞ്ചിപ്പുളി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഓണത്തിന് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ വീണ്ടും നല്ലൊരു ഓണവിഭവമായിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.